അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള രക്ഷാദൗത്യം നാളെ ആരംഭിക്കുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി. കോടനാട്ടെ കൂട് നിർമ്മാണം നാളെ ഉച്ചയോടെ പൂർത്തിയാകും. ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും ആനയെ നിരീക്ഷിക്കുമെന്നും DFO പറഞ്ഞു. ദൗത്യത്തിനായി 3 കുങ്കിയാനകളും പ്രദേശത്തെത്തി. രേഷ്മ, വിവരങ്ങൾ എന്താണ്? നാളെ ഈ ആനയെ പിടികൂടി എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ ഈ ദൗത്യം തുടങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ അക്കാര്യത്തിന് വേണ്ടി സജ്ജീകരണങ്ങൾ പൂർത്തിയായി? വീണ, പ്രാഥമികമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോവുകയാണ്. ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് രാത്രിയോടുകൂടി എത്തും. അരുൺ സക്കറിയയും സംഘവും 25 പേരടങ്ങുന്ന സംഘമാണ് അരുൺ സക്കറിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അവർ നാളെ ഉച്ചയോടുകൂടി ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ നിരീക്ഷിക്കും. കോടനാട്ടെ കൂട് നിർമ്മാണം നാളെ ഉച്ചയോടുകൂടി പൂർത്തിയാകുമെന്നാണ് വാഴച്ചാൽ DFO ആയിട്ടുള്ള R ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. വെല്ലുവിളികൾ ഏറെയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2ാമത്തെ മയക്കുവെടിയാണ് ആനയ്ക്ക് കൊടുക്കുന്നത്. ഇത് വലിയ രീതിയിൽ വെല്ലുവിളി നിറഞ്ഞതാണെന്നും അത് എത്രത്തോളം അത് സ്വീകരിക്കും, ആനയുടെ ശരീരത്തിന് എത്രത്തോളം അത് ബാധിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങളും വിലയിരുത്തേണ്ടി വരുമെന്നാണ് DFO വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അരുൺ സക്കറിയയും സംഘവും നാളെ ആനയെ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും മയക്കുവെടി വെക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. എന്തായാലും 3 കുങ്കിയാനകളും ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അതിരപ്പള്ളിയിൽ ഇന്ന് രാവിലെ തന്നെ എത്തിയിരുന്നു. 2 കുങ്കിയാനകൾ ഇന്ന് രാവിലെ എത്തി. ഇന്നലെ തന്നെ വിക്രം എന്ന കുങ്കിയാന എത്തിയിരുന്നു. എന്തായാലും കോന്നി സുരേന്ദ്രൻ, വിക്രം, കുഞ്ചു ഈ 3 കുങ്കിയാനകളുമാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമാവുക. അരുൺ സക്കറിയ അടങ്ങുന്ന 25 അംഗ സംഘം, അതോടൊപ്പം തന്നെ വനപാലകരുടെ 80 അംഗ സംഘം, ഈ ഒരു സംഘമായിരിക്കും ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക. എന്തായാലും മയക്കുവെടി വെച്ചതിന് ശേഷം കുങ്കിയാനകളുടെ ഭാഗം അല്ലെങ്കിൽ കുങ്കിയാനകൾ ഉപയോഗിച്ച് ആനയെ വാഹനത്തിൽ കയറ്റി നേരെ കോടനാട്ടേക്ക് കൊണ്ടുപോകും. കോടനാട്ടെ കൂട് നിർമ്മാണമാണ് ഇനി തീർക്കാനായിട്ടുള്ളത്. യൂക്കാലി മരങ്ങളുടെ തടികളൊക്കെ തന്നെ ഇന്നലെ ആദ്യത്തെ ലോഡ് ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഈ 110 യൂക്കാലി മരങ്ങളുടെ തടികളാണ് വേണ്ടത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സമാന്തരമായിട്ട് തന്നെ കോടനാട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആനയുള്ളത് വെറ്റിലപ്പാറ പ്ലാന്റേഷനിലെ 17ാം നമ്പർ ബ്ലോക്കിലാണ്. ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് ആന രാവിലെ മുതൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പരിക്കെന്ന് പറയുന്നത് ഏറെ ഗുരുതരം തന്നെയാണുള്ളത്. ആ പരിക്കിലേക്ക് വീണ്ടും മണ്ണ്, ചെളിയൊക്കെ തന്നെ വാരിയെറിയുന്നുണ്ട്. ഇതൊക്കെ തന്നെ അണുബാധയ്ക്കും കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിക്കിൽ നിന്നും ആ മുറിവിൽ നിന്നും പഴുപ്പൊലിച്ചിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഈച്ചയൊക്കെ പറ്റുന്നുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്ക് അല്ലെങ്കിൽ അത്തരമൊരു മുറിവാണ് ആനയ്ക്ക് ഏറ്റിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുന്നതിൽ പ്രശ്നമില്ല എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു കാര്യമെന്നാണ് DFO വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇന്നലെ കൃഷിയിടത്തിൽ കയറിയതിനു ശേഷം ആന കവുങ്ങും വാഴകളും ഒക്കെ തന്നെ നശിപ്പിക്കുകയും അഥവാ അകത്താക്കുകയും ചെയ്തിരുന്നു. ഇത് ഭക്ഷണം കഴിക്കുന്നതിൽ അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് അധികൃതരെ എത്തിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഒരു മയക്കുവെടി വയ്ക്കുന്ന സമയത്ത് ആനയുടെ ആരോഗ്യസ്ഥിതിയെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. അതടക്കമുള്ള വിഷയങ്ങളായിരിക്കും ഡോക്ടർ അരുൺ സക്കറിയയുടെ സംഘം എത്തിയതിനു ശേഷം പരിശോധിക്കുക. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും എല്ലാ നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 3 കുങ്കിയാനകളെയും ഇവിടേക്ക് എത്തിച്ചത്. ആ കുങ്കിയാനകൾ ഇവിടെ ഈ അതിരപ്പള്ളിയിലെ ഈ നിലവിൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയുറപ്പിച്ചിരിക്കുന്ന ആന ആ പ്രദേശത്തോട് ചേർന്നുള്ള ഭാഗത്ത് തന്നെയാണ് 3 കുങ്കിയാനകളെയും തളച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കോടനാട്ടെ കൂട് നിർമ്മാണം അതും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. ഇനി അരുൺ സക്കറിയ അടങ്ങുന്ന സംഘം എത്തിയതിനു ശേഷം ആരോഗ്യസ്ഥിതി അടക്കം നിരീക്ഷിച്ചതിന് അടിസ്ഥാനത്തിലായിരിക്കും തുടർ ദൗത്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും കുങ്കിയാനകളെ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയോട് കൂടിയോ ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ച് അതടക്കമുള്ള നിരീക്ഷണങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. 2ാമത്തെ മയക്കുവെടിയാണ് ഇനി ആനയ്ക്ക് വെക്കുവാൻ പോകുന്നത്. ആദ്യത്തെ മയക്കുവെടി ഇക്കഴിഞ്ഞ മാസം 24-ാം തീയതി വെക്കുകയും ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ അത് പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായത്. ആനയ്ക്ക് വീണ്ടും വ്രണമുണ്ടായി, പരിക്ക് ഗുരുതരമായിട്ട് മാറുകയായിരുന്നു. എന്തായാലും 2ാമത്തെ മയക്കുവെടി വെക്കുന്നത് എത്രത്തോളം ആനയുടെ ശാരീരികാവസ്ഥയെ ബാധിക്കും എന്നത് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനി അരുൺ സക്കറിയയുടെ മെഡിക്കൽ ടീം പരിശോധിക്കുക. ശരി രേഷ്മ.